ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വീടിനുള്ളിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് എങ്ങനെ മനോഹരമായിട്ട് സെറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒത്തിരി പ്ലാന്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് പോട്ട്സ് കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ഡെക്കറേഷനും അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ മനോഹരമായിട്ട് എന്നാലും വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വേറൊന്നുമില്ല, ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ നമുക്ക് എണ്ണയൊക്കെ വാങ്ങുമ്പം സൺഫ്ലവർ ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിലാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പോൾ ഇതിനെ നമ്മൾ പകുതിയായിട്ട് മുറിച്ചിട്ട് ഈ ഒരു അടിഭാഗം ഉപയോഗിച്ച് ഞാൻ ഓൾറെഡി ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പം മുറിച്ചിട്ട് ബാക്കി വരുന്ന ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല, അത് ഉപയോഗിച്ചിട്ട് അടുത്ത ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ ചെയ്യുവാണ്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് കയറാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും തന്നെ പ്ലാസ്റ്റിക് കയർ കുറച്ചെങ്കിലും ഇരിക്കാതിരിക്കില്ലല്ലോ. അത് നല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണ് പ്ലാസ്റ്റിക് കയർ. അപ്പോൾ ആ പ്ലാസ്റ്റിക് കയർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ജൂട്ട് ത്രെഡ് അല്ലെങ്കിൽ ചാക്ക് ചരട് എന്നൊക്കെ പറയുന്ന അത് ഉപയോഗിച്ച് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഹാങ് ചെയ്യുന്നതും ഹാങ്ങറും നമ്മൾ ഈ ജൂട്ട് ത്രെഡ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, ആർക്കും ചെയ്യാൻ പറ്റിയ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ അല്ലെങ്കിൽ ഐഡിയ ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഹാഫായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു സിസേഴ്സ് അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ അത് മുറിച്ചെടുത്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഹോൾഡർ പോലെയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ നൈഫ് തന്നെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ അതാ നമുക്കിതുപോലത്തെ ഒരു ഇത് കിട്ടും, കണ്ടെയ്നർ കിട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ അത് 4 സൈഡിലും ഈക്വൽ ഒരേ പ്ലേസിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നമ്മളിത് ഹാങ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കിടക്കുള്ളൂ. അപ്പോൾ കണ്ടോ, 4 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തു. അതുപോലെ എന്നിട്ട് നമ്മൾ അടിഭാഗത്തും ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് കയർ ഇതിനകത്ത് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കയർ ചുറ്റാനായിട്ട് ഗ്ലൂ ഗൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് കയർ നമ്മളിതിനകത്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ജൂട്ട് ത്രെഡ് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. അപ്പോൾ പ്ലാസ്റ്റിക് കയർ ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് പോകണം. കാരണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ തുടക്കത്തിലെ മുകൾ ഭാഗത്ത് നമ്മൾ തുടങ്ങുന്ന സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി ഒന്ന് ടൈം എടുത്ത് ചെയ്യണം. അത് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ നമ്മൾ താഴേക്ക് ചുറ്റി വരുന്നത് അത്ര ശരിയാവത്തില്ല. പിന്നെ മാക്സിമം നമ്മൾ ഇതൊക്കെ ചുറ്റാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അത് മാക്സിമം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ അടുപ്പിച്ച് ഇതുപോലെ ഗ്ലൂ വെച്ച് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് പോയാൽ മതി. ഒന്നുമില്ല, സിമ്പിളാണ് സംഭവം. പിന്നെ ഈ പ്ലാസ്റ്റിക് കയറിന് ഇത്തിരി വലുപ്പമുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഫില്ലായി കിട്ടും ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ നന്നായിട്ട് ഒട്ടാനുള്ളൊരു ടൈം കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ഇവിടെ ഇരുന്ന പ്ലാസ്റ്റിക് കയറാണ് കേട്ടോ. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ലൈറ്റ് യെല്ലോ, പിന്നെ ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ടർമറിക് യെല്ലോ പോലത്തെ ഒരു യെല്ലോ, അങ്ങനെ പല കളറിലുള്ളതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞാനതങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തതാണ്. ആദ്യം തന്നെ ലൈറ്റ് യെല്ലോ കയറ് ചുറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതുപോലെ ഡാർക്ക് യെല്ലോ ചുറ്റി, നമ്മൾ വീണ്ടും യെല്ലോ ലൈറ്റ് യെല്ലോ ചുറ്റുവാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കളറ് മാത്രം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, 3-4 കളറ് മിക്സ് ചെയ്ത് ഇതുപോലെ ചുറ്റണമെങ്കിൽ ചുറ്റാം. അപ്പോൾ അതിനൊക്കെ ഓരോ രീതിയിൽ നമ്മൾ ചെയ്താൽ ഓരോ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കണ്ടെയ്നേഴ്സ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമ്മളിതുപോലെ പ്ലാസ്റ്റിക് കയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പ്ലാന്റേഴ്സ് മുകളിലും താഴെയായിട്ട് ചെയ്യുന്ന ഒരു ഹാങ്ങിങ് ഡെക്കറേഷനാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഈ കയറ് ചുറ്റി തീരാറായി. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എത്രത്തോളം സിമ്പിളാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എണ്ണ വാങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കുറച്ച് പ്ലാസ്റ്റിക് കയറും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്ലാന്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തുകൊണ്ട് വേറെ ഡെക്കറേഷൻ ഇല്ലെങ്കിലും ഈ രീതിയിൽ ഇട്ടാലും ഇതിൻ്റേതായൊരു സിംപ്ലിസിറ്റിയും ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും കൂടി ഒന്ന് ക്രിയേറ്റീവായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ ഡെക്കറേഷൻസ് ഇനിയും കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് മാത്രം ഈ പ്ലാസ്റ്റിക് കയർ ചുറ്റിയിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടാലും
ഭംഗിയാണ്. കാരണം ഇതിൻ്റെ എൻഡിലായിട്ട് ഏറ്റവും അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ജൂട്ട് ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ അതൊന്ന് മാച്ചായി പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ആ ഹോൾ അവിടെ നമുക്ക് കാണാം. ആ ഹോൾ അവിടെ ഇങ്ങനെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ആ ത്രെഡ് ചുറ്റുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ എന്താ പറയുക, ഒരു പേപ്പർ എടുത്തിട്ട് പല വലുപ്പത്തിലുള്ള സർക്കിളായിട്ട് മുറിച്ചെടുക്കാം. അത് നമ്മളുടെ എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് വരച്ച് മുറിച്ചെടുത്താൽ മതി, എളുപ്പത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. ഈ ജൂട്ട് ത്രെഡ് ചുറ്റാനും നമ്മൾ ഈ ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഈ സർക്കിൾസ് മെയിൻലി ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2 വലുപ്പത്തിലുള്ള സർക്കിൾസാണ്. ഒരെണ്ണം വലുപ്പം കൂടിയതും ഒരെണ്ണം വലുപ്പം കുറഞ്ഞതും. എന്നിട്ട് അത് നമ്മൾ മിക്സ് ചെയ്ത് ഈ ഒരു പോട്ടിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ജൂട്ട് ത്രെഡ് ഇതിനകത്ത് ചുറ്റിയെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു അധികം ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിൽ നമുക്ക് എത്രത്തോളം ഈ പോട്ടിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കണോ അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സർക്കിൾ ഉണ്ടല്ലോ, അത് നമ്മളിതാ ഈ പോട്ടിൻ്റെ മുകളിലേക്ക് കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ 2 വലുപ്പത്തിലുള്ള ഇതുപോലെ സർക്കിൾസ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കുറച്ച് സമയം വേണ്ടത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ സർക്കിൾസ് നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഈ പോട്ടിൻ്റെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പോട്ടിനകത്ത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അടുത്ത കണ്ടെയ്നറിൽ കുറച്ച് അകലത്തിലാണ്, കുറച്ച് അത്ര കോൺസെൻട്രേറ്റഡ് അല്ലാതെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഐഡിയ. നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ ഈ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇതിൻ്റെ പുറത്ത്. കണ്ടോ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം മുകളിലത്തെ ഗ്യാപ്പിലും കൂടി ഒട്ടിച്ചാൽ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ 4 സൈഡും ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ എസ്പെഷ്യലി നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പം നമ്മളുടെ ഈ ഒരു പ്ലാസ്റ്റിക് കയറുകൾ തമ്മിൽ കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് തോന്നും. അതായത് 2 ജോയിൻറ്റ് വരുന്നുണ്ടല്ലോ, കയറുകളുടെ എൻഡ് വരുന്ന ആ ഭാഗത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ അത് വെച്ച് നമുക്ക് ഈ ഡെക്കറേഷൻ വെച്ച് കവർ ചെയ്യാം. ഇതുപോലെ ഇതിപ്പോൾ വേറൊരു സൈഡും ചെയ്തെടുത്തു. കണ്ടോ, അപ്പം നമ്മളുടെ ഐഡിയയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്ത കണ്ടെയ്നറിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കുറച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അകലത്തിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത്ര മുമ്പത്തെ കണ്ടെയ്നറിലെ പോലെ അത്ര അടുപ്പിച്ചല്ല ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കിതുപോലെ ഒട്ടിച്ച് തീരും. ഈ ഒരു കണ്ടെയ്നർ ഏകദേശം ഇപ്പോൾ നമുക്ക് തീരാറായി. ജോയിൻറ്റുകളൊക്കെ നോക്കി കണ്ടോ ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. സർക്കിൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത്രയും നമ്പർ സർക്കിൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ കണ്ടോ, കഴിഞ്ഞു. നമ്മുടെ 2 കണ്ടെയ്നറിലും ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹാങ്ങർ ഉണ്ടാക്കാൻ പോകണം. അതിന് 4 പീസ് ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് നമ്മൾ മുറിച്ചെടുക്കണം. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും. എന്നിട്ട് കണ്ടോ, ഒരു എൻഡിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി മറ്റേ എൻഡ് നമ്മുടെ ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹോളിട്ട് കൊടുത്തതുകൊണ്ട് എളുപ്പമാണ്. ജസ്റ്റ് ഒരു ചെറിയ സിസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ജൂട്ട് ത്രെഡ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇതുപോലെ 4 സൈഡിലും നമ്മളിതുപോലെ കയറ്റുവാണ്. കണ്ടല്ലോ, അപ്പോൾ 4 സൈഡിലും നമ്മളിതുപോലെ ജൂട്ട് ത്രെഡ് കയറ്റിയിട്ട് ഇനി ഹാങ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു റെഡ് ബീഡ് ഇവിടെ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, അതിനായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഏത് സ്ഥലത്താണ് നമുക്ക് ഈ ബീഡ് വേണ്ടത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബീഡ് കോർക്കുക, വീണ്ടും ഒരു കെട്ടിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതുപോലെ ഇതുപോലെ 4 സൈഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ 4 സൈഡിലും ഈ ബീഡ് വെച്ച് വേറൊരു ഡെക്കറേഷൻ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് സിമ്പിളായിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുത്താൽ മതി. 4 ത്രെഡും കൂടി കൂട്ടി നോട്ടിട്ട് കൊടുക്കുക. ഇനി ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാക്കി വരുന്ന മുകൾ ഭാഗത്തെ ത്രെഡ് ഉണ്ടല്ലോ, അത് വീണ്ടും ഓരോ നോട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്ററും ഹാങ്ങറും റെഡിയായി. ഞാനത് കണ്ടോ തൂക്കിയിട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ പ്ലാന്റേഴ്സ് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയായിട്ടാണ് വെച്ചേക്കുന്നത്. മുകളിലത്തെ പ്ലാന്ററിൽ നമ്മൾ മണി പ്ലാന്റാണ് വെച്ചേക്കുന്നത്, താഴത്തേൽ നമ്മൾ പീസ് ലിലി. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാങ്ങിങ് പ്ലാന്റ് ഡെക്കറേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഐഡിയ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.